കർക്കിടക മാസം കേരളത്തിൽ രാമായണ മാസം ആയിട്ടാണ് ആചരിക്കുന്നത്. പല ആചാരാനുഷ്ഠാനങ്ങളുടെയും ഭാഗമായിട്ട് അഷ്ടമംഗല്യം ഒരുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് ആ 8 മംഗല വസ്തുക്കളിൽ പെട്ട ഒന്നാണ് താളിയോല ഗ്രന്ഥം. താളിയോല ഗ്രന്ഥം കിട്ടാനില്ല, അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ താളിയോല ഗ്രന്ഥം തന്നെ വയ്ക്കാൻ എന്താണ് ഒരു മാർഗം എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഇത് പ്രിൻ്റ് ചെയ്താൽ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ പറ്റി ഒരു അന്വേഷണം തുടങ്ങുന്നതും ഞാൻ എറണാകുളത്തെ അനശ്വര പ്രസ്സിലെത്തുന്നതും. താളിയോലകളെ എങ്ങനെ പുനരാവിഷ്കരിക്കാം, എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നൊരു ഒരു ചിന്ത അവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്. നമ്മളങ്ങനെ സാധാരണ അങ്ങനെ നോ പറയുന്ന ഒരു കൂട്ടത്തിലല്ല, എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിയ അനശ്വര പ്രസ്സിലുള്ളവർക്ക് അത് പൂർണ്ണമായിട്ടും അത് കൺസീവ് ചെയ്യാനും ആ ഐഡിയ പ്രാവർത്തികമാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ലോകത്തിൽ ഇതുപോലെ പ്രസിദ്ധീകരിച്ച ആദ്യ ഇതിഹാസ കാവ്യം എന്നുള്ള നാഷണൽ റെക്കോർഡും വേൾഡ് റെക്കോർഡും കൂടാതെ ലിംക റെക്കോർഡും ഈ രാമായണത്തിനുണ്ട്. ഇപ്പോൾ നമുക്ക് 2014 ഇന്ത്യയിൽ വെച്ച് തന്നെ ഇന്നോവേറ്റീവ് പ്രിൻ്റർ ഓഫ് ദി ഇയർ അവാർഡ് എന്ന ഒരു പുരസ്കാരം ഉണ്ടായി. അപ്പോൾ ഈ ഒരു പുസ്തകത്തിനാണ്, ഈ ഒരു പ്രൊഡക്റ്റിന് തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് അത് ആരും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അനശ്വരയ്ക്ക് ഇതുപോലുള്ള ഏത് ചാലഞ്ചിങ് പ്രോജക്റ്റ് ആയാലും നിങ്ങൾക്ക് അനശ്വരയെ സമീപിക്കാം. ഞങ്ങൾ എന്തിന് സന്നദ്ധരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കം വിത്ത് ആൻ ഐഡിയ ആൻഡ് വാക്ക് അവേ വിത്ത് എ പ്രോഡക്റ്റ് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രോമിസ്.